KPMS സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ മുഖ്യമന്ത്രി ആലപ്പുഴയിലെത്തുന്നതിനാൽ പ്രദേശത്തെ കടകൾ പൂർണ്ണമായും അടച്ചിടണമെന്ന പോലീസിന്റെ നിർദ്ദേശത്തിൽ വിശദീകരണവുമായി SP MP മോഹനചന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ എല്ലാ കടകളും അടയ്ക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് SP മോഹനചന്ദ്രൻ പറഞ്ഞു. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന കടകൾ മാത്രം അടയ്ക്കാനാണ് നിർദ്ദേശം നൽകിയതെന്നും കുടിവെള്ളം, മറ്റ് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് നിയന്ത്രണങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആലപ്പുഴ സൗത്ത് പോലീസാണ് കടയുടമകൾക്ക് നോട്ടീസ് അയച്ചത്. വേദികൾക്ക് സമീപം 14 കടകൾ തുറക്കരുതെന്നാണ് നിർദ്ദേശം നൽകിയതെന്ന് പോലീസ് വ്യക്തമാക്കി. 84 കടകൾ അടച്ചിടുവാൻ സൗത്ത് പോലീസ് നിർദ്ദേശം നൽകിയെന്ന ആരോപണം തെറ്റാണ്. മുഖ്യമന്ത്രി റോഡിൽ നിന്ന് വേദിയിലേക്ക് കടന്നുവരുന്ന വഴിയരികിലും വേദിയുടെ സമീപത്തുള്ള 14 കടകൾക്ക് മാത്രമാണ് സുരക്ഷ കണക്കിലെടുത്ത് വെള്ളിയാഴ്ച അടച്ചിടുവാൻ നോട്ടീസ് നൽകിയതെന്നും പോലീസ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 11-ാം തീയതി ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന KPMS സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ്. സമ്മേളനത്തിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതിനാൽ ഒരു വലിയ ജനക്കൂട്ടം ബീച്ച് പരിസരത്തുണ്ടാകും. പൊതുസുരക്ഷയുടെ ഭാഗമായി തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ബീച്ചിലെ കച്ചവട സ്ഥാപനം നാളെ പൂർണ്ണമായും അടച്ചിടണമെന്നാണ് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടയുടമകൾക്ക് ലഭിച്ച നോട്ടീസിൽ പറയുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് KPMS സമ്മേളനം നടക്കുന്നത്. പോലീസ് നോട്ടീസിനെതിരെ പ്രതിഷേധവുമായി ആലപ്പുഴ ബീച്ച് വർക്കേഴ്സ് കോൺഗ്രസ് INTUC രംഗത്തെത്തിയിരുന്നു. കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന സമീപനമാണിതെന്ന് ആലപ്പുഴ ബീച്ച് വർക്കേഴ്സ് കോൺഗ്രസ് പ്രതികരിച്ചു. തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു.